എല്ലാവർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിസംബർ 26 ഈ വർഷത്തെ അവസാനത്തെ വെളുത്ത വാവ്. ഇത് കടന്നു പോകുന്നതോടുകൂടി ജീവിതം മാറിമറിയുകയും ഒരുപാട് ഭാഗ്യ നേട്ടങ്ങൾ ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യുന്ന നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് മേടക്കൂറിലെ അശ്വതി ഭരണി കാർത്തിക 1-ാം പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് ഈ വെളുത്തവാവ് ഇവരുടെ ജീവിതത്തിൽ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ധനലാഭ ഐശ്വര്യങ്ങൾ ഈ ദിവസത്തിൽ ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഇവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണെങ്കിലും ത്രിദോഷങ്ങളുടെ ഉപദ്രവം, ത്വക്കിനെ സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങൾ ഇവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. സ്ഥാനക്കയറ്റം ലഭിക്കും. കാര്യതടസ്സങ്ങൾ മാറിത്തുടങ്ങും. മനസ്വസ്ഥതയും കുറയും. മക്കളുടെ രോഗാരിഷ്ഠിതകൾ വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട്. പോലീസ് കേസുകളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം. പ്രായോഗിക ബുദ്ധി പലപ്പോഴും പ്രകടിപ്പിക്കാൻ പറ്റാതെ വരും. മുൻകോപം മൂലം കലഹങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള അവസരമാണ്. ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും. ഗൃഹ ഉപകരണങ്ങൾ, വാഹനങ്ങൾ, അലങ്കാര വസ്തുക്കൾ ഇവ വാങ്ങാൻ സാധിക്കും. ദാമ്പത്യ കലഹങ്ങൾ കൂടുതലാകാതെ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ പുഷ്പാഞ്ജലി, പാൽപായസ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ഗവൺമെൻറ്റിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഒരു ഭാഗ്യം ഉണ്ടാകും. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടും. മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം. ധനാഗമങ്ങൾ ഉണ്ടാകും. നേത്രരോഗം, ഉദരബന്ധിയായ അസുഖങ്ങൾ ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടേണ്ടതായിട്ട് വരും. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ പല ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് മാറും. മാർഗതടസ്സങ്ങളും കുറയും. വീട്ടിലെ കലഹങ്ങൾ മാറിത്തുടങ്ങും. ബന്ധുജനങ്ങളുമായിട്ടുള്ള കലഹങ്ങൾ കുറയും. പൊതുവെ അംഗീകാരവും ആദരവും ലഭിക്കും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ഉദ്യോഗാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ വരും. മുടങ്ങിയ വിവാഹ ആലോചനകൾ സജീവമാകും. കൊടുക്കൽ വാങ്ങലുകൾ മെച്ചപ്പെടും. മുടങ്ങിപ്പോയ വിദ്യാഭ്യാസം പുനരാരംഭിക്കാനും സാധ്യതകൾ കാണുന്നു. ഇടവക്കൂറിലെ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർ ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ഐക്യമത്യ പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ലക്ഷ്യബോധം ഇല്ലാതെ അലഞ്ഞു നടന്നിരുന്ന ഇവർക്ക് പുതിയൊരു പ്രതീക്ഷയ്ക്ക് വക ലഭിക്കുന്ന ഒരു ദിവസമാണ് ഡിസംബർ 26. ഈ ദിവസം തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം. ഇവരുടെ സഹോദരങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. ചിലവുകളൊക്കെ നിയന്ത്രണ വിധേയമായിരിക്കും. ശത്രുക്കളുടെ എതിർപ്പ് കുറയും. ധനാഗമങ്ങൾ ഉണ്ടാകും. ലോഹദ്രവ്യങ്ങൾ വിറ്റ് പണം വരാൻ ഇടയുണ്ട്. ബന്ധുജനങ്ങളോടുള്ള കലഹം കുറഞ്ഞു തുടങ്ങും. സംസാരത്തിൽ മിതത്വം പാലിക്കണം. ഗവൺമെൻറ്റിലേക്കും ബാങ്കുകളിലേക്കും മറ്റും കൊടുക്കാനുള്ള പണം കണക്കുകൾ തെറ്റി നൽകാൻ ഇടയുള്ളതുകൊണ്ട് ശ്രദ്ധ വേണം. യാത്രകൾ ഒരുപാട് വേണ്ടിവരുന്ന ദിവസമാണ്. സ്ഥാനക്കയറ്റം ലഭിക്കാൻ സാധ്യതകൾ കാണുന്നു. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും ഇവർക്ക് സാധിച്ചു കിട്ടും. ധനകാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. അച്ഛനോ തത്തുല്യവർക്കോ
കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നു. ഇതൊഴിച്ചാൽ പല ഭാഗ്യ അനുഭവങ്ങളും ഇവർക്ക് ലഭിക്കും. നീർക്കെട്ട്, ജലബന്ധിയായ മറ്റ് അസുഖങ്ങൾ ഇവ ഉണ്ടാകാൻ ഇട കാണുന്നു. ഭൂമി കച്ചവടങ്ങൾ സജീവമാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. ദാമ്പത്യ കലഹങ്ങൾ പറഞ്ഞു തീർക്കാനും സാധിക്കും. ഈ 3 നക്ഷത്രക്കാരും ദോഷപരിഹാരങ്ങൾക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കർക്കിടക കൂറിൽ പിറന്ന പുണർദം 4-ാം പാദം, പൂയം, ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. മരണതുല്യമായ സാഹചര്യത്തിൽ നിന്ന് പോലും മുക്തി നേടാൻ സാധിക്കും. പ്രാർത്ഥനകൾക്കും മറ്റും ഫലം ലഭിച്ചു തുടങ്ങും. പലതരത്തിൽ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഗവൺമെൻറ്റുമായിട്ടുള്ള ഏർപ്പാടുകളിൽ വിജയം സാധ്യത ഇവർക്ക് ഒപ്പം തന്നെയാണ്. അഗ്നിയുടെയും കള്ളന്മാരുടെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടും. മനോവിചാരം കുറയും. പലവിധ രോഗാരിഷ്ഠിതകളാൽ കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്നും മോചനമുണ്ടാകും. ഇഷ്ടമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാൻ അവസരം ലഭിക്കും. വിശേഷ വസ്ത്രാലങ്കാര സാധനങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. യാത്രകൾക്കിടയിൽ ബുദ്ധിമുട്ടുകളും അലച്ചിലുകളും ബന്ധുജനങ്ങളുടെ അകൽച്ചയും മാനസികമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ സാധ്യതകൾ കാണുന്നു. ചിലവുകളൊക്കെ ഇവരുടെ പ്രതീക്ഷയ്ക്കൊപ്പമായിരിക്കും. സംസാരത്തിൽ അച്ചടക്കം പാലിക്കാൻ ശ്രദ്ധിക്കണം. മംഗളകർമ്മങ്ങൾക്ക് മുടക്കം വരുത്താതെയും ശ്രദ്ധിക്കണം. തൊഴിൽ രംഗം മെച്ചപ്പെടും. വാഹനങ്ങൾ മാറി വാങ്ങാൻ നല്ല സമയമാണ്. പൊതുധനം കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിലെ നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടിയെടുക്കാൻ സാധിക്കും. ധനലാഭ ഐശ്വര്യങ്ങൾ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് നല്ല അവസരങ്ങൾ ലഭിച്ചു തുടങ്ങും. അവർക്ക് നല്ല വിജയം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിവാഹമോചന കേസുകൾക്കുള്ള ഗൗരവം കുറഞ്ഞു തുടങ്ങും. അപവാദങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. ദൂരയാത്രകൾ വേണ്ടിവരും. അലച്ചിൽ കുറഞ്ഞു തുടങ്ങും. മനോദുഃഖങ്ങളും കുറയും. അലസതയും മന്ദതയും എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടൊഴിയും. മക്കളെ കൊണ്ട് സന്തോഷവും സമാധാനവും ലഭിക്കും. ആജ്ഞാസിദ്ധി കൊണ്ട് പല കാര്യങ്ങളും നിഷ്പ്രയാസം നേടിയെടുക്കാൻ സാധിക്കും. മുൻകോപം നിയന്ത്രിക്കേണ്ട സമയങ്ങൾ കൂടിയാണ് ഇവർക്ക് വരുന്നത്. പല ഭാഗ്യ അനുഭവങ്ങളും ഉണ്ടാകുമെങ്കിലും ചില വ്യക്തികൾ ബുദ്ധിമുട്ടിക്കുന്നത് മൂലം തടസ്സങ്ങൾ അനുഭവപ്പെടുകയും പൂർണ്ണമായിട്ട് ആ ഭാഗ്യം ലഭിക്കുകയും ഇല്ല. തർക്ക വിഷയങ്ങളിൽ വിജയം നേടാൻ സാധിക്കും. ഭാവി കാര്യങ്ങളിലേക്ക് പല തീരുമാനങ്ങളും എടുക്കും. തൊഴിൽ സ്ഥാപനങ്ങളിൽ കൂടുതൽ മുതൽ മുടക്കും. മൂത്രാശയബന്ധിയായും ഗർഭാശയബന്ധിയായിട്ടും ഉള്ള അസുഖങ്ങൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ്. കരാർ ജോലിക്കാർക്ക് നല്ല അവസരങ്ങൾ വരും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ പാൽപായസം നിവേദിച്ച് പ്രാർത്ഥിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ധനനേട്ടങ്ങൾക്ക് ഒരു വഴി തുറക്കുന്ന ദിവസമാണ് ഡിസംബർ 26. കാര്യതടസ്സങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്ന് വിട്ടൊഴിയും. അപ്രതീക്ഷിതമായ ചില കാര്യസാധ്യങ്ങളും ഉണ്ടാകും. തൃപ്തികരമായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ അവസരങ്ങൾ ഇവർക്ക് ലഭിക്കും. അതോടൊപ്പം ചില മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അവസരങ്ങൾ ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ സഹായം ലഭിക്കും. സുഗന്ധദ്രവ്യങ്ങൾ കിട്ടാൻ ഇടയുണ്ട്. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ മാറിത്തുടങ്ങും. ലക്ഷ്യബോധം ഇല്ലാതെ വളരെ ദൂരം സഞ്ചരിക്കേണ്ട ചില സാഹചര്യങ്ങളും ഇവർക്ക് കാണുന്നുണ്ട്. ബന്ധനാവസ്ഥ മാറിത്തുടങ്ങും. മനസ്സിലെപ്പോഴും ഭീതി അനുഭവപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യം കൂടുതലാകും. കോടതി കേസുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം. പാഴ്ചിലവുകളും കുറഞ്ഞു തുടങ്ങും. തൊഴിൽ രംഗത്തെ കലഹങ്ങൾ മാറിത്തുടങ്ങുന്നതിനുള്ള
എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ഇനി സഹപ്രവർത്തകരോടൊപ്പം സന്തോഷത്തോടെയുള്ളൊരു ജീവിതമായിരിക്കും തൊഴിൽ രംഗത്ത്. പല പ്രകാരത്തിലും സന്തോഷം നിറഞ്ഞ അവസ്ഥകൾ ഇവർക്ക് ലഭിക്കും. അനർത്ഥങ്ങളിൽ നിന്ന് മോചനം പ്രതീക്ഷിക്കാം. സഹോദര ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വാദബന്ധിയായ കാലുവേദന, കഴുത്തിന് മുകളിലുള്ള രോഗപീഠ ഇവയ്ക്ക് ആശ്വാസം ലഭിക്കും. കന്നിക്കൂറുകാർ ദോഷപരിഹാരാർത്ഥം വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.